വീട് തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും തുടരുന്നു. പലയിടങ്ങളിലും ഗതാഗതം സ്തംഭിച്ചു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ചെറിയ കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ചെളിയും പാറക്കല്ലുകളും പല പ്രദേശങ്ങളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രദേശങ്ങളിൽ ഇവിടല്ലേ കുഞ്ഞമ്മ പോയിരിക്കുന്നേ? തലസ്ഥാന നഗരിയെ ഇവനും പറ്റിക്കാണോ? കുഞ്ഞമ്മ വിളിച്ചു നോക്കിയാലോ? ആ അത് കറക്റ്റ്, ഒന്ന് വിളിച്ചോക്ക്. നോട്ട് റീച്ചബിൾ. അയ്യോ, ഇനി കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ഒന്നോട്ട് വിളിച്ചോക്കട്ടെ. അത് തന്നെയാ പറയുന്നേ. എടി, നിന്നോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞില്ല എന്റെ ഫോൺ എടുത്ത് കളിക്കരുതെന്ന്. അമ്മ, ഈ ന്യൂസ് നോക്കിയേ. അയ്യോ, അങ്ങോട്ടല്ലേ ത്രിവേണി പോയിരിക്കുന്നേ? ആ, ഇത് കണ്ടപ്പോ തന്നെ കുഞ്ഞമ്മ വിളിച്ചു. പക്ഷെ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. അയ്യോ, നോട്ട് റീച്ചബിൾ തന്നെ പറയുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഞ്ഞമ്മയുടെ ഫ്രണ്ട്സിന്റെ ആരുടെ നമ്പർ ഉണ്ടെങ്കിൽ വാണിയമ്മ വിളിച്ചു നോക്ക്. ഹലോ, ആ മോളെ, ഞാൻ ത്രിവേണിയുടെ ചേച്ചിയാ. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? ഹലോ ഹലോ ഹലോ, ഒന്ന് കേക്ക്. ഹലോ, കട്ടായി. ഒന്ന് കേക്കുന്നില്ല പറയുന്നത്. ത്രിവേണി പോയ സ്ഥലത്ത് മണ്ണിടിച്ചില്. അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ന്യൂസിൽ കണ്ടതാ ഇപ്പോ. ടെൻഷൻ അടിക്കണ്ട. അവള് ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത വല്ല സ്ഥലത്ത് നിൽക്കുകയായിരിക്കും. റേഞ്ച് കിട്ടുമ്പോ അവള് തിരിച്ചു വിളിച്ചോളും. അച്ഛനാ? ഹലോ അച്ഛാ. ആ, അവളിപ്പോ എന്നെ വിളിച്ചേ ഉള്ളൂ. ഏതോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താന്നാ പറഞ്ഞേ. ഒക്കെ കുഴപ്പമൊന്നുമില്ല. ഇനി വിളിക്കുമ്പോ ഞാൻ അച്ഛനെ വിളിക്കാൻ പറയാം. ശരി അച്ഛ. അച്ഛനൊക്കെ പേടിച്ചിരിക്കുക. ഞാൻ എന്താ പറയാ? നീ ടെൻഷൻ അടിക്കില്ല. ഇങ്ങനെ നീ ടെൻഷൻ അടിച്ച് ഓരോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഇരിക്കി. പ്രകാശ് ഏട്ടാ, ആ അർജുനെ ഒന്ന് വിളിച്ചു നോക്ക്. അവനും നോട്ട് റീച്ചബിൾ ആയിരിക്കും. ഇന്ന് ചുമ്മാതിരുന്നേ. രണ്ടും ഒന്നിച്ച് കാണുന്നേ. നേരെ എത്രയായില്ലേ? അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പോവാൻ വിടണ്ടെന്ന് അമ്മ പറഞ്ഞതാ. ഞാനാ നിർബന്ധിച്ച് സമ്മതം വാങ്ങിച്ചു കൊടുത്തത്. ഞാനിനി അമ്മയോട് എന്തു പറയും? ഏട്ടത്തി, അച്ഛനെ അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞോ? വെറുതെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൂടി എന്തിനാ പ്രതീക്ഷ കൊടുക്കുന്നത്? തൽക്കാലം ഇപ്പൊ ആരും വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട. ന്യൂസിൽ കണ്ടല്ലേ മണ്ണിടിച്ചില് ആളഭയമൊന്നും ഇല്ലെന്ന്. ഇത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. വിളിച്ചോളൂ. ആവണി, നീ പേടിക്കാതിരിക്കേ. മണ്ണിടിച്ചിൽ എത്രയോ പേരെ കാണാതായിട്ടുണ്ട്. വർഷങ്ങളായിട്ടും അവരെ പറ്റി ഒരു വിവരവും ഇല്ല. അതൊക്കെ മറച്ചു വയ്ക്കും. നീ അകത്ത് കയറി പോയേ. വാ തുറന്ന നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. നീ എവിടെ എന്ത് പറയണോന്നറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞല്ലേ പ്രകാശ് ഏട്ടാ? ഏട്ടത്തി പേടിക്കല്ലേ. ഇവിടെ കൺട്രോൾ റൂമൊക്കെ തുറന്നിട്ടില്ലേ? നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം.
ഞങ്ങൾ വിളിച്ച് നോക്കിയായിരുന്നു കൊച്ചാ. എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ ബിസിയാ. എല്ലാവരും വിളിക്കുമായിരിക്കും. പ്രകാശ് ചേട്ടാ, നിങ്ങൾ ഒന്നിങ്ങ് വന്നേ. ആ അർജുൻ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഞാൻ എത്ര നേരമായി പറയുന്നത്? രണ്ടും ഒന്നിച്ച് കാണുന്നു.